Square of a number is 7744. What is the square of twice the number? നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സില് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് NMMC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അവർക്ക് ആദ്യത്തെ ടോപ്പിക് 8ാം ക്ലാസ്സിൽ വരുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. സ്ക്വയർ നമ്പേഴ്സ് 7ാം ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്ന സ്ക്വയർ നമ്പേഴ്സ് അത് 8ാം ക്ലാസ്സിലെ പുസ്തകത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ NMMCയുടെ കുട്ടികൾക്ക് 8ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ നിന്നും വരുന്നതിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യം പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ് ആണ്. വർഗസംഖ്യകളുടെ പ്രത്യേകത, പ്രത്യേകിച്ച് അവിടെ പെർഫെക്റ്റ് സ്ക്വയറിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതാണ് അവരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത്. ആ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആ ചോദ്യത്തില് ഇതാണ് ചോദ്യം: ഒരു സംഖ്യയുടെ വർഗം 7744 ആയാൽ ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം. ഒരു കുട്ടി ഈ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കുട്ടികൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക 10ൽ താഴെയുള്ള ഒരു സംഖ്യ എടുത്തു നോക്കും. നമുക്ക് 10ൽ താഴെ 3 എന്നൊരു നമ്പർ എടുത്തു നോക്കാം. 3ന്റെ വർഗം നിങ്ങൾക്കറിയാം 3ന്റെ സ്ക്വയർ 9 ആണ്. 3 × 3. സ്ക്വയർ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു എണ്ണൽ സംഖ്യയെ ഒരു നാച്ചുറൽ നമ്പറിനെ അതേ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്താൽ. അപ്പൊ 3ന്റെ സ്ക്വയർ 9. ഇനി നമുക്ക് വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ? ട്വൈസ് ആണ് 3ന്റെ ഇരട്ടി. 3ന്റെ ഇരട്ടി 6 ആണ്. അപ്പൊ 6ന്റെ സ്ക്വയർ നമുക്കറിയാം 36 ആണ്. ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു: ഒരു സംഖ്യയുടെ വർഗം 9 ആയാൽ ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്ര? 36. അവിടെ 9നെ 4 കൊണ്ട് ഗുണിച്ചിട്ടാണ് 36 കിട്ടുന്നത്. അടുത്ത ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി എടുക്കാം. 5 എന്ന സംഖ്യ എടുത്തു. 5 സ്ക്വയർ ദാറ്റ് ഈസ് 25. അപ്പൊ 5ന്റെ വർഗം 25 ആണ്. ഇനി നമുക്ക് 5ന്റെ ഇരട്ടിയായ 10ന്റെ വർഗം എത്രയാണെന്ന് നോക്കാം. 10 സ്ക്വയർ എത്രയായി? 10 സ്ക്വയർ 10 × 10 ആണ്, 100 ആണ്. അപ്പൊ ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇവിടെ 25നെയും 4 കൊണ്ട് ഗുണിച്ചിട്ടാണ് നമുക്ക് ഇവിടെ 100 കിട്ടിയത്. ഒരു കാര്യം മനസ്സിലായി, ഈ വർഗസംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച ഇരട്ടിയുടെ വർഗം കിട്ടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന ഒരു ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ 7744നെ നിങ്ങൾ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ കിട്ടുന്ന സംഖ്യയായിരിക്കും ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സ്ക്വയർ നമ്പേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് പാഠപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്ക്വയർ നമ്പേഴ്സ് കിട്ടുന്നത് എങ്ങനെയാണെന്ന്, പിന്നെ ആ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പാഠപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുമെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കേണ്ടത് ഒരു NMMC കുട്ടി അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ സ്ക്വയർ നമ്പേഴ്സിന്റെ മറ്റേതെങ്കിലും പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം നോക്കിക്കൊള്ളുക. 625 625 എന്ന സംഖ്യക്ക് 5 ഘടകങ്ങളുണ്ട് എന്ന് ചോദ്യത്തിൽ തരികയാണ്. 625 has 5 factors. എന്നിട്ട് അടുത്ത ചോദ്യം നിങ്ങൾക്ക് തരികയാണ്: 625ന്റെ വർഗത്തിൽ എത്ര ഘടകങ്ങൾ കാണും? അപ്പൊ ആദ്യം നമുക്ക് ഈ 625 5 ഘടകം തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെങ്ങനെ ചെക്ക് ചെയ്യാം? ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു പ്രൈം നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു അഭാജ്യ സംഖ്യയുടെ മേലെ, അതായത് കൃതിയായിട്ട് വരുന്നതിന്റെ കൂടെ ഒന്നും കൂട്ടിയാൽ മതി. നിങ്ങൾ പഠിച്ചതാണ്.
ഇപ്പൊ 2:3 എത്ര ഘടകമുണ്ട് എന്ന് ചോദിച്ചാൽ ഈ മേലെ കാണുന്ന 3ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി, 4 ഘടകം ഉണ്ടാവും. സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ 2:3 നോക്കിയോ. 2:3 എന്ന് പറഞ്ഞാൽ 2×2×2 അത് 8. ഈ 8ന് എത്ര ഘടകം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് നോക്കാം. 1ഉം 8ഉം 8ന്റെ ഘടകമാണല്ലോ, 2ഉം 4ഉം 8ന്റെ ഘടകമാണ്. അപ്പം 8ന് 4 ഘടകങ്ങൾ. അപ്പൊ 8ന് പകരം നമ്മൾ 2:3 എന്ന് എഴുതിയിട്ട് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 1 കൂട്ടുന്നു. അപ്പൊ 625 എന്ന സംഖ്യക്ക് എത്ര ഘടകം ഉണ്ടെന്ന് അറിയാൻ 625 നിങ്ങൾക്ക് അറിയാം 25×25 ആണല്ലോ 625. എന്ന് പറഞ്ഞാൽ 5 എന്ന സംഖ്യ 5×5×5×5 5 4 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 625 കിട്ടും എന്ന് വ്യക്തമാണ്. അപ്പൊ 5 4 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് 5/4 എന്ന് 625 വിശേഷിപ്പിക്കാം. 5/4 625ആണ്. 625 5 ഘടകങ്ങളുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട് ചോദ്യത്തിൽ. 625 പകരമാണ് നമ്മൾ 5/4 എന്ന് എഴുതിയത്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രൈം നമ്പറിന്റെ ഒരു അഭാജ്യ സംഖ്യയുടെ മേലെ കാണുന്ന കൃതിയോട് പവറിനോട് 1 കൂട്ടിയാൽ അതിന്റെ ഘടകങ്ങളുടെ എണ്ണം കിട്ടും. അപ്പൊ 5/4 എത്ര ഘടകം ഉണ്ടെന്ന് വെച്ചാൽ 5 ഘടകങ്ങൾ 4+1. അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത് 625 5 ഘടകങ്ങൾ ഉണ്ട് എന്ന്. പക്ഷെ ചോദ്യം അതല്ല, 625 വർഗത്തിൽ എത്ര ഘടകം ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 625 എന്നതിന് പകരം നമുക്ക് 5/4 എന്ന് എഴുതിയിട്ട് അതിന്റെ വർഗം കാണാൻ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഹോൾ സ്ക്വയർ എഴുതിയാൽ മതി. ഇനി ഇത് നമുക്ക് നിങ്ങൾ പഠിച്ചിരിക്കുന്ന 7ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന പ്രത്യേക നിയമങ്ങൾ, ലോ ഓഫ് എക്സ്പോണൻഷ്യൽ പഠിച്ചിട്ടുണ്ട്. x⁻m അല്ലെങ്കിൽ a⁻m whole⁻n is equal to a⁻m ഗുണിക്കണം n എന്ന് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് 5/4×2 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ 5/8 എന്ന് പറഞ്ഞത് 625 വർഗമാണ്. 625 വർഗം 625 ഗുണിച്ചാൽ 5/8 തുല്യമാണ്. അപ്പൊ നിങ്ങളോട് 5/8 എത്ര ഘടകം ഉണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ 8+1 9 ഘടകങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ചോദ്യത്തിന് ഉത്തരമായി 625 5 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ 625 വർഗത്തിന് എത്ര ഘടകം ഉണ്ടെന്ന് വെച്ചാൽ അത് 9 ഘടകങ്ങൾ. ഇതേ രീതിയിൽ നമുക്ക് 1024 എടുക്കാം. 1024-ന് 11 ഘടകങ്ങളുണ്ട്, 11 ഫാക്ടേഴ്സ്. 1024-ന് 11 ഘടകങ്ങൾ ഉണ്ട്. 1024-ന്റെ വർഗത്തിന് എത്ര ഘടകം? എളുപ്പമാകും. 11-നെ അങ്ങ് ഡബിൾ ചെയ്യാം, ഇരട്ടിയാക്കുക. 11-നെ ഇരട്ടിയാക്കുക 22 കിട്ടും. അതിന് 1 കുറച്ചുണ്ടാവും. അപ്പൊ നമുക്ക് 21 ഘടകങ്ങൾ കിട്ടും എന്ന് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ 625 കാര്യം 625-ന് 5 ഘടകങ്ങൾ ഉണ്ട്. 625-ന്റെ വർഗത്തിന് എത്ര ഘടകമുണ്ട്? നിങ്ങൾ ചെയ്യുന്നത് 5-നെ ഇരട്ടിയാക്കുക, 1 കുറച്ച്, അപ്പൊ 9 ഘടകങ്ങൾ കിട്ടും. അങ്ങനെ എളുപ്പമാർഗവും ഇതിനുണ്ട്. സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം.